വിനോദ് സാഹിബ് പറഞ്ഞു ഈ ഞങ്ങൾ എനിക്ക് എന്താ ഒരു വിട്ടുവീഴ്ച ചെയ്തും ഒരു പുതിയ കക്ഷിയെ കൊണ്ടുവരാൻ സന്നദ്ധമാണ്, മതേതര കക്ഷിയെ. വിട്ടുവീഴ്ച മീൻസ് വാട്ട് കൈൻഡ് ഓഫ് വിട്ടുവീഴ്ചയാണ്? സീറ്റ് അറേഞ്ച്മെന്റ് അടക്കം. അല്ല, ഒരു പുതിയ പാർട്ടി വരുമ്പോൾ അവർക്ക് സ്പേസ് കണ്ടെത്തണമല്ലോ. അവർക്ക് അവരുടെ സ്വാധീന മേഖലകളുണ്ടാവും. ആ സ്വാധീന മേഖലകളിൽ അവർക്ക് ഇടം കൊടുക്കണമല്ലോ, അത് കണ്ടെത്തണം. ഒരു കക്ഷി പോയാൽ ആ സീറ്റെല്ലാം ഒരുപാട് ആളുകൾ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അതിൽ ഇപ്പോൾ വരുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിക്ക് തകരാറൊന്നും വരരുത്. എല്ലാവരും വിട്ടുവീഴ്ച ചെയ്ത് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഈ മലബാറിലൊക്കെ അക്കോമഡേഷൻ ആൻഡ് സ്വാപ്പിങ്ങിനൊക്കെ ലീഗ് വില്ലിംഗ് ആണ്. അല്ല, ലീഗിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു പിന്നെ വിട്ടുവീഴ്ച വേണം സ്പെസിഫിക്കായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ UDF പൊതുവായ കാര്യമാണ് പറഞ്ഞത്. അത് കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന കക്ഷി എന്നുള്ള നിലക്ക് മുൻകൈ എടുത്ത് ചർച്ച നടക്കുമ്പോഴേ അറിയുള്ളൂ ഏതൊക്കെ മേഖലയിലാണ് വിട്ടുവീഴ്ച വേണ്ടത്. ആ വിട്ടുവീഴ്ച എല്ലാവരും ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ അതിനകത്ത് ഒരു കാര്യം കൂടി ചോദിക്കും. PV അൻവറിന്റെ കാര്യം. PV അൻവർ UDFുമായി സഹകരിച്ചു പോവുകയും ഈ സർക്കാരിനെ താഴെ വീഴ്ത്താൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തുകയും ചെയ്യുന്നു പറയുന്നു. രണ്ടാമത്തെ കാര്യം, PV അൻവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു വിഷയം വലിയ തോതിൽ രാഷ്ട്രീയമായി നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസീസിൽ സ്വാധീനിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്, സർക്കാരിന്റെ ഒരു സമീപന പ്രശ്നം. സോ അൻവറിനെ കുറച്ചുകൂടി ഹെൽത്തിയായി അക്കോമഡേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് ലീഗ് കാണുന്നുണ്ടോ? അല്ല, അത് UDF ചർച്ച ചെയ്തിട്ടുണ്ട്. UDF ചർച്ച ചെയ്ത് കണ്ടത് ആ കാര്യത്തിൽ എടുത്ത സമീപനം എന്ന് പറയുന്നത് അൻവറിനെ കൂടെ കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ്. അതുപോലുള്ള സഹകരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന അതാണ് ഞാൻ പറഞ്ഞത്. UDF അടിത്തറ വികസിപ്പിക്കണം എന്ന് പറഞ്ഞതിൽ കക്ഷികൾ UDF വരലും UDF സഹകരിക്കുന്ന സഹകക്ഷികളായി കൂടെ കൂട്ടലും ഒറ്റപ്പെട്ട പിന്തുണകൾ സ്വീകരിക്കലും. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ അവരുടേതായ കാരണങ്ങളാൽ പൊളിറ്റിക്കലായിട്ടുള്ള കാരണങ്ങളാൽ ഞങ്ങൾക്ക് പിന്തുണ തരുന്ന വിഷയം ഇതൊക്കെ പെടും. കാരണം ഒരു ഉത്തരവാദിത്വത്തിലേക്ക് വരാൻ പോകുന്ന, കേരളം ഭരിക്കാൻ പോകുന്ന ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ എല്ലാ ജനവിഭാഗം ജനങ്ങളുടെയും താല്പര്യ സംരക്ഷണം എന്നുള്ള 100% ഭരണത്തിലിരിക്കുവാൻ സാധിക്കില്ലായിരിക്കും. പക്ഷേ ഒരു പൊതു സമീപനം അതായിരിക്കണം. ഈ LDFന് പറ്റിയ തകരാറ് അതാണ്. അവർക്ക് എല്ലാവർക്കും ഞങ്ങൾ സംരക്ഷണം കൊടുക്കും എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവരുടെ സ്വരത്തിലുണ്ടായത് ഒരു പേടിപ്പിക്കലാണ്. അതാണ് പറ്റിപ്പോയത്. കാരണം ഒരു പ്രൊട്ടക്ഷനല്ല, ഒരു തരം പിന്നെ എന്താ പറയുക, വാളോങ്ങുന്ന നയാണ് അവരെടുത്തത്. അതാ ഞങ്ങളങ്ങനെയല്ല. ഞങ്ങളെല്ലാവർക്കും സ്പേസ് കൊടുത്ത് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. കുറച്ചും കൂടി ട്രാൻസ്പാരൻ്റാണ് ഈ ജനാധിപത്യ പാർട്ടികൾ അധികാരത്തിൽ വരുമ്പോൾ. അതാണ് ആ വ്യത്യാസം. അതുകൊണ്ട് വിവിധ കാരണങ്ങളാൽ UDF വരാവുന്നവരെ കൊണ്ടുവരണം. ചില കക്ഷികളെ UDF കൊണ്ടുവരാൻ ആശയപരമായ കാരണങ്ങളാൽ ചിലപ്പോൾ കഴിയില്ല, അവരെ സഹകരിപ്പിക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ ഇത് മുമ്പ് ഞങ്ങളിത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പല രാഷ്ട്രീയേതര സംഘടനകളുമുണ്ട്. അവരൊക്കെ UDF സഹകരിക്കുന്ന കക്ഷികൾ എന്നുള്ള നിലക്ക് ഞങ്ങൾ കൂടെ കൂട്ടിയിരുന്നു ഒരു സമയത്ത്. അതിലന്ന് SNDP പോലത്തെ പിന്നെ അതുപോലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ വിവിധ സംഘടനകളും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച ഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളതാണ്, ഇതിനെയും ചെയ്യും. അൻവറിന്റെ കാര്യം ഞാൻ വീണ്ടും ഒരു തവണ ചോദിക്കണം. അപ്പോൾ അൻവർ ഒരു MLA ആയിരുന്ന ആൾ കൂടിയാണ്. അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് സർക്കാരിനെതിരെ ഒരു ഫൈറ്റ് നയിക്കുന്നത്. അപ്പോൾ അൻവറിന്റെ കാര്യത്തിൽ അയാൾ ആഗ്രഹിക്കുന്നതും ഡിസേർവ് ചെയ്യുന്നതും ഒരു അസംബ്ലി ടിക്കറ്റ് ആണെങ്കിൽ ആ കാര്യത്തിലടക്കം വിട്ടുവീഴ്ച വേണമെന്നാണ് ലീഗ് കാണുന്നത്. അതൊക്കെ സ്വാഭാവിക കാര്യങ്ങളാണല്ലോ. കാരണം ഒരു കക്ഷിയെ സഹകരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നോക്കും. അതിൽ അസംബ്ലി സീറ്റ് ഉണ്ട് എങ്കിൽ സ്വാഭാവികമായി അത് ചർച്ച ചെയ്യും. തീരുമാനിക്കേണ്ടത് UDF ആണ്. ഞാൻ ഒറ്റക്ക് അസംബ്ലി സീറ്റ് കൊടുക്കുന്നത് എനിക്ക് പറയാൻ കഴിയുമോ? അതിനകത്ത് ഉദാര സമീപനം വേണമെന്നൊരു അഭിപ്രായമാണ് ലീഗിനുള്ളത്. അവരെന്താണോ അവർ പിന്നെ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെ സംബന്ധിച്ച് ഒരു വിശാല കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അതാണ്. ചില കക്ഷികൾക്കൊക്കെ പിന്നെ അസംബ്ലി സീറ്റ് ഒന്നും അല്ലല്ലോ ഉദ്ദേശം. അവരെ സംബന്ധിച്ചിടത്തോളം അസോസിയേറ്റ് ചെയ്യാന്നുള്ളതും അതുപോലെ തന്നെ അവരുടെ പിന്നെ അവരുൾക്കൊള്ളുന്ന സംഘടന മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ ഗവൺമെൻറ് നടപടി എടുക്കുക എന്നുള്ളതുമാണ് ചില സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ളത്. ചില പൊളിറ്റിക്കൽ സംഘടനകളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അസംബ്ലി സീറ്റ് ആവശ്യമുണ്ടാവും. അതിൽ എന്ത് ചെയ്യണം എന്നുള്ളത് മുന്നണി അന്നേരം ചർച്ച ചെയ്യണം.